ഹായ്, ഐ മിഥുൻ, ടെക്കോലാസിന്റെ ഡയറക്ടറാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് വേൾഡിലേക്ക് അല്ലെങ്കിൽ IT വേൾഡിലേക്ക് എൻ്റർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്റ്റുഡൻസിന് വേണ്ടിയാണ്. സോ 2 ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പിക്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം, ഏതാണ് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്. 2, എങ്ങനെ പഠിക്കാം, ഒരു ന്യൂബി അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിന് എങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാം. സോ ഫസ്റ്റ് ടോപ്പിക്ക് നമുക്ക് ആദ്യം സംസാരിക്കാം, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്യണം. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള, ഒരു ബിഗിനേഴ്സിന് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പൈത്തൺ ആണ്. അതിന് കാരണം പൈത്തൺ ഒരു ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആണ്. എന്താണ് ഓപ്പൺ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ സോഴ്സ്. പക്ഷെ ഫ്രീ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതി ഉണ്ടാക്കിയ സോഴ്സ് കോഡ്, അതുണ്ടാക്കിയ കോഡ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരാൾക്കും അതിൻ്റെ അകത്ത് പുതിയ കോൺട്രിബ്യൂഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഈ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്ത് പൈത്തൺ എന്ന് പറയുന്നത് ഇന്ന് ഒരു വലിയ ഒരു ഏരിയ ആയി മാറിയിട്ടുണ്ട്. നമുക്കിന്ന് ഏത് ഏരിയയിൽ പ്രോഗ്രാമിംഗ് ചെയ്യണമെന്ന് വിചാരിക്കും. അതായത് നമ്മളൊരു വെബ് ഡെവലപ്മെന്റ് ചെയ്യണം, നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം, ഡാറ്റ അനലിറ്റിക്സ് ചെയ്യണം, ഡാറ്റ സയൻസ് ചെയ്യണം, AI ചെയ്യണം, ഏത് ഏരിയ നോക്കുകയാണെങ്കിലും പൈത്തണിൽ അതിലൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പൈത്തൺ ഇസ് എ ലാർജ് ഏരിയ. സോ ഒരു ബിഗിനർക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൈത്തൺ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ്. ഇംഗ്ലീഷ് അറിയുന്ന ആർക്ക് വേണമെങ്കിലും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു സ്ട്രക്ചർ. ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു 2 മാസം എടുക്കുമെങ്കിൽ പൈത്തൺ നിങ്ങൾക്ക് ഒരു 3 വീക്ക് മതി. അത്രയും ഡിഫറൻസ് ഉണ്ട് പൈത്തണും ജാവയും മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും തമ്മിൽ. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയുന്നത് പൈത്തൺ ആണ്. സോ സെക്കൻഡ് ടോപ്പിക്, ഒരു ബിഗിനർക്ക് എങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോഗ്രാമിംഗ് പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്നത് പോലെ വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല പ്രോഗ്രാമിംഗ്. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വേണം പ്രോഗ്രാമിംഗ് ലേൺ ചെയ്യാൻ. പ്രോഗ്രാമിംഗ് ഒരിക്കലും നമുക്ക് വായിച്ച് മനസ്സിലാക്കാനോ ബൈഹാർട്ട് ചെയ്യാനോ പറ്റില്ല. സോ നമ്മൾ പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രോഗ്രാമിംഗ് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. എല്ലാവരെ കൊണ്ടും പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റണം എന്നില്ല. നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്തു തുടങ്ങുമ്പോൾ, ഒരു പ്രോഗ്രാം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്തൂസിയാസം, നിങ്ങൾക്ക് ആ പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പ്രോഗ്രാമിംഗ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യു ആർ നോട്ട് ആപ്റ്റ് ഫോർ പ്രോഗ്രാമിംഗ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ലാക്ക് ഓഫ് നോളജ് ആയിരിക്കാം. നന്നായിട്ട് ലേൺ ചെയ്യുക, അതിനുശേഷം ഒരു പ്രോഗ്രാമിംഗ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീരെ ഒരു ഇൻട്രസ്റ്റ് ആ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിൽ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ചെയ്യുമ്പോഴും ഇതേ അവസ്ഥയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെങ്കിൽ യു വിൽ നോട്ട് ബി ആപ്റ്റ് ഫോർ പ്രോഗ്രാമിംഗ് വേൾഡ്. നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു ഹാപ്പിനെസ്, ഒരു എന്തൂസിയാസം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് വീണ്ടും ലേൺ ചെയ്യാനും വീണ്ടും പ്രോഗ്രാമിംഗ് ചെയ്യാനുമുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ പ്രോഗ്രാമിംഗ് വേൾഡിൽ വളരെ ആപ്റ്റ് ആണെന്നുള്ളതാണ്. സോ അവിടെ നിന്നും അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യുമ്പോൾ എപ്പോഴും പ്രാക്ടിക്കൽ നോളജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരിക്കലും തിയറി ലേൺ ചെയ്തുകൊണ്ട് മാത്രം ഒരു പ്രോഗ്രാമർ ആവാൻ പറ്റില്ല. സോ നിങ്ങൾ എപ്പോഴും ഒരു ബേസിക് കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എങ്ങനെയാണ് എന്നാണ് പഠിക്കേണ്ടത്. സോ ഇങ്ങനെയാണ് ഒരു ബിഗിനർ പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടത്. സോ ഒരു ബിഗിനർ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് എറേഴ്സ് വരും, അത് ഒബ്വിയസ് ആണ്. ഒരുപാട് എറേഴ്സ് വരും, നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് സ്റ്റക്ക് ആവും. പക്ഷെ അവിടെ നിന്നും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ ആ എറേഴ്സ് നിങ്ങൾ കൃത്യമായി സോൾവ് ചെയ്ത് ലേൺ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ബെറ്റർ പ്രോഗ്രാമർ ആവാൻ പറ്റും.